വാസ്തവത്തില് VD സതീശൻ എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവിന്റെ ഒരു ഗതികേടാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം ഈ വർഗീയ കക്ഷികളുടെ വോട്ട് വേണ്ട എന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിച്ച ഒരൊറ്റ പ്രസ്ഥാന കേരളത്തിലുള്ളത് ഇടതുപക്ഷ പ്രസ്ഥാനം CPI. പാലക്കാട് തെരഞ്ഞെടുപ്പിൽ SDPI വെൽഫെയർ പാർട്ടി അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ അവിടുത്തെ സ്ഥാനാർത്ഥി തന്നെയായിരുന്നു, പാർട്ടി നേതാക്കന്മാരായിരുന്നു, ബഹുമാനപ്പെട്ട സ്വരാജ്. എന്നാൽ അന്നത്തെ അവിടുത്തെ UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടം നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ നിരവധി തവണ ചോദിച്ചു SDPIയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വേണ്ട എന്ന് പറയാൻ പറ്റുമെന്ന് ചോദിച്ചു. കർഷകർ അതിനെക്കുറിച്ച് പറയാതെ കൊണ്ട് അദ്ദേഹം മറ്റു കാര്യങ്ങളിലേക്ക് പോയത്. അത് തന്നെയുമല്ല, ഇതേ രാഹുൽ മാങ്കൂട്ടം നിലമ്പൂരിൽ നിന്നും ഈ SDPI അൻവറിന് പിന്തുണ കൊടുക്കുമെന്നൊരു വാർത്ത വന്നപ്പോഴേ SDPI ആ പിന്തുണ പിൻവലിക്കണം എന്ന് പറയാം. ദാറ്റ് കോൺഗ്രസ് വോട്ട് ചെയ്യണം എന്നാണ് പറഞ്ഞത്. ബഹുമാനപ്പെട്ട സ്വരാജ് സ്ഥാനാർത്ഥി അദ്ദേഹത്തിനോട് ഈ വാർത്തയെല്ലാം കേട്ടപ്പോൾ ആളുകൾ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഒരു വർഗീയ പാർട്ടിയുടെ വോട്ട് എനിക്ക് വേണ്ട, മനുഷ്യരുടെ വോട്ട് മതി, മതസൗഹാർദ്ദത്തിൽ വിശ്വസിക്കുന്ന മനുഷ്യരല്ലാണ്ട് വേറെ ആരുടെ വോട്ട് വേണ്ടെന്ന് പറയും. ആ നിലപാടെടുക്കാനുള്ള ചങ്കൂറ്റൻ കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. VD സതീശനെ സംബന്ധിച്ചുള്ള VD സതീശന്റെ ഗാങ്ങും നിലമ്പൂർ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങള് ഇന്ന് ആ നിലമ്പൂരിലെ ജനങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. ഒരു കുട്ടിയുടെ മരണശേഷം അതിന്റെ ശവദാഹം കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ ആ വീട്ടിൽ ചെന്ന് നാടകം കളിക്കുകയും നേരെ പോയി ഇലക്ട്രിസിറ്റി ബോർഡിന് മുമ്പിൽ പ്രകടനം നയിച്ച് തിരിച്ചു വന്ന് ഒരു കേരളത്തിലെ ഒരു സിനിമാ നടന്റെ മുമ്പിൽ ഈ യുവ MLA-മാരും ചാണ്ടി ഉൾപ്പെടെയുള്ള യുവ MLA-മാരുടെ മുമ്പിൽ ഇരുന്ന് ചിരിച്ചു കളിച്ച് അർമാദിക്കുന്ന വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. അവിടെ ഈ ഷൗക്കത്ത് എന്ന് പറയുന്ന ആള് ചോദിക്കുക, എന്തോ ചെവി ചോദിച്ചു, ഉടനെ ജോയിയോട് എന്തോ പറഞ്ഞു, അത് കേട്ടില്ല എന്നുള്ളതിൽ വീണ്ടും ചോദിക്കുന്നു അവിടെ പോയെന്ന്. ചിരിച്ചുകൊണ്ട് ഈ മനുഷ്യൻ പറഞ്ഞു അവിടെ പോയി. അത് മാത്രമല്ല, നമ്മള് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഫ്രണ്ടിൽ ഒരു പ്രകടനം നയിച്ചു, ഉഷാറായിരുന്നു. എന്താ ഉഷാറായി? ഈ കൊച്ചിന്റെ മരണം ആഘോഷിച്ചത് ഉഷാറായിരുന്നു പറഞ്ഞ ആ വീഡിയോ ഇന്ന് കേരളത്തിലെ എല്ലാ സോഷ്യൽ മീഡിയയിലും ഉണ്ട്. ഇങ്ങനെയുള്ള മനുഷ്യരോട് പോലും ഒരു കൂറില്ലാത്ത, രാഷ്ട്രീയത്തിനോട് വേണ്ട, മനുഷ്യരോട് പോലും സഹജീവികളോട് പോലും കൂറില്ലാത്ത ഈ പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരും ഇപ്പോൾ CPI വിമർശിക്കുന്നു പറഞ്ഞാൽ അത് നിശ്ചയമായിട്ടും നിലമ്പൂരിലെ മതസൗഹാർദ്ദത്തിലും വിദ്യാഭ്യാസത്തിലും ഉയർന്നു നിൽക്കുന്ന മതേതര കാഴ്ചപ്പാടുള്ള കേരളത്തിൽ തന്നെ മാതൃകയായ ഒരു നിയോജകമണ്ഡലത്തിലെ ജനങ്ങളോട് കാണിക്കുന്ന ഏറ്റവും വലിയ അപമാനമാണ്. അത് കേരളം തിരിച്ചറിഞ്ഞു. ഇദ്ദേഹത്തിന് എന്താ പറയാനുള്ളത്? ഇദ്ദേഹത്തിന്റെ ഇലക്ഷൻ എഞ്ചിനീയറിംഗിന്റെ റിസൾട്ട് എന്താണെന്നുള്ളവരും 23-ാം തീയതി എണ്ണുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് VD സതീശനും അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്ന ഏതാനും ഇപ്പൊ അവിടെ നമ്മൾ കണ്ടില്ല റീൽസ് ഒക്കെ ഇടുന്നത്, അവരിപ്പം ആ കോൺഗ്രസ് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് തന്നെ ബാധ്യതയായിരിക്കുന്നു. സാക്ഷാൽ മുരളീധരൻ ഈ മരണത്തിൽ ആഘോഷിച്ച അവിടുത്തെ വിഭാഗങ്ങൾക്കെതിരെ പരസ്യമായി രംഗത്ത് വന്നു. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകതയുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവിടെ മുൻപ് ആദ്യഘട്ടത്തിൽ സ്ഥാനാർത്ഥിയാവുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന DCC പ്രസിഡന്റ് VS ജോയി ഇവരുടെ ഈ കോമാളി വേഷങ്ങളും ഈ ചിരിച്ചുല്ലസിക്കുന്നത്, അതായത് കേരളം മുഴുവനും വേദനിച്ചിരിക്കുന്ന സമയമാണ്. കുഞ്ഞിനെ ചരിത്രം ഞാൻ പറയണ്ടല്ലോ, കുഞ്ഞാരാണെന്നുള്ള നാട്ടിലെ ജനങ്ങൾ ആ സ്കൂളുകാരും കരഞ്ഞുകൊണ്ട് പറയാൻ നമ്മൾ കേട്ട് കഴിഞ്ഞു. ഈ ആഘോഷ കമ്മിറ്റിക്കാർക്കെതിരെ ഒരു അക്ഷരം പോലും വേണ്ടാതെ അതായത് ഇപ്പൊ മൗനത്തിലാണ്. കാരണം അതായത് നാളെ അവിടെ പുറത്തിറങ്ങി നടക്കണം. ഇങ്ങനെയുള്ള നിലമ്പൂർ എന്ന് പറയുന്ന സമാധാനത്തിലിരിക്കുന്ന നാട്ടിൽ പോയി ഫാഷൻ പരേഡ് നടത്തി ഡിസൈനർ ഡ്രസ്സൊക്കെ ഇട്ട് റീൽസ് ഒക്കെ ഇട്ട് ഒരു കുഞ്ഞിന്റെ മരണത്തിൽ ആ നാട്ടിലെ മുഴുവൻ അമ്മമാരും മാതാപിതാക്കളും വേദനിച്ചിരിക്കുമ്പോൾ പോയി അർമാദിച്ച് ചിരിച്ച് നാടകം കളിക്കുന്ന ഇവരെ പോലുള്ളവർക്ക് ആര് വോട്ട് ചെയ്യും? പിന്നെ ഇവർക്ക് എന്ത് ധാർമ്മികതയുള്ള ഈ നാട്ടിലെ ജനങ്ങളോട്? ഇവരൊക്കെയാണോ ഇവർ ശരിക്കും കോൺഗ്രസിനെ സ്നേഹിക്കുന്ന നല്ല കുറെ മനുഷ്യരുണ്ട്. എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയുന്ന ആൾക്കാരുണ്ട്, നല്ല വിവേകമുള്ളവർ. അവരെ എല്ലാം ഇവർ അപമാനിക്കുകയാണ്. തങ്ങളാണ് ഇതിന്റെ എല്ലാ ആൾക്കാരും. തങ്ങൾ കാണിക്കുന്ന കോപ്രായങ്ങളെല്ലാം വോട്ടായി മാറുന്നുള്ള മണ്ടൻ ചിന്തകൾ നടക്കുന്ന ഇവർക്കൊണ്ട് മറുപടി പറയുന്നതിന് പോലും നമുക്ക് പറ്റാത്തൊരവസ്ഥ. ഇത് ഞാനീ പറഞ്ഞതല്ല, ക്രിസ്റ്റൽ ക്ലിയറായി നമ്മുടെ മുമ്പിലുള്ള തെളിവുകളാണ്. അന്തരീക്ഷത്തിൽ വാക്കുപോലും ഞാൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, മാധ്യമങ്ങൾ ഇവരുടെ മുമ്പിൽ മൈക്ക് വെക്കുമ്പോൾ നിങ്ങൾ സൂക്ഷിച്ചോളാം, നാളെ ഇവർ എന്ത് നാടകം കൊണ്ടാ വരണമെന്നുള്ളത്. ആ കുഞ്ഞിന്റെ മരണത്തെ ആഘോഷിച്ചവരില്ലേ, ആ കുഞ്ഞിന്റെ മരണം കഴിഞ്ഞ് 1 മിനിറ്റിനുള്ളിൽ തന്നെ അവിടുത്തെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും മെമ്പറോടെ അതേ ബാറിലെ മെമ്പറോടെയായ മനുഷ്യൻ അവിടെ രാത്രി 1 മണി വരെ നടത്തിയ പ്രകടനങ്ങളും ആ ഹോസ്പിറ്റലിൽ ടിക്കറ്റ് ചെയ്തതും ഒക്കെ നമ്മുടെ മുമ്പിൽ കണ്ടില്ല. അപ്പൊ ഒരു മരണം കാത്തിരിക്കുമായിരുന്നു ആഘോഷിക്കാനായിട്ട്. നിയമപരമായിട്ട് തങ്ങൾക്ക് അവകാശമുണ്ട് പന്നിയെ വെടിവെക്കാൻ പഞ്ചായത്തിന്റെ പ്രസിഡന്റിനും അവരുടെ ഭരണസമിതിയിലും. അത് ഉപയോഗിക്കാതെ കണ്ട് ഈ അവിടെ പോയി ഒരു കമ്പിവേല് കെട്ടി കറണ്ട് പാസ് ചെയ്യിപ്പിച്ച് ഒരു കുഞ്ഞിന്റെ മരണത്തിനിടയാക്കിയ സംഭവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുകൊണ്ട് പന്നിയെ വെടിവെക്കാതിരുന്ന ഇതുപോലെ എന്തെങ്കിലും ഒരു ക്രൂര മരണം വന്ന് അത് ആഘോഷിക്കാൻ വേണ്ടി നമ്മളവരും അവരെ കലാപരിപാടികൾ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലേ? നിലമ്പൂരെ ജനങ്ങൾ അറിയുന്നതിന് മുമ്പ് എങ്ങനെയാണ് മലപ്പുറത്ത് ആഘോഷ കമ്മിറ്റിക്കാര് പ്രകടനം നയിച്ചത്? ഇവരൊക്കെ മനുഷ്യകുലത്തിൽപ്പെട്ടവരാണോ? മനുഷ്യജന്മമായിട്ട് വരെ കാണാൻ പറ്റും. ഞാൻ എല്ലാ കോൺഗ്രസ്സുകാരെ ആക്ഷേപിക്കത്തില്ല. നല്ല സുഹൃത്തുക്കൾ എനിക്ക് ഒരുപാട് ആ പാർട്ടിയിലുണ്ട്.
നല്ല വിവേകമുള്ളവരുണ്ട് കോൺഗ്രസിനെ, അതൊന്നും നമ്മൾ നിഷേധിക്കില്ല. ഇവരെ പോലുള്ള കാട്ടിക്കൂട്ടി കോപ്രായങ്ങൾ സത്യത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് പോലും ഈ നേതാക്കന്മാരുടെ ബാധ്യതയായി മാറിയിരിക്കുന്നു. ഇവർക്ക് കൊടുക്കുന്ന ശിക്ഷ കേരളം കഠിനമായിരിക്കും. അത് 23-ാം തീയതി രാവിലെ ഏകദേശം ഒരു 10:30 നമുക്കറിയാം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.